all. So, welcome back to Enter the Blog of Mine. അപ്പോൾ ഞാൻ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ വിചാരിച്ചു ഞാൻ ഈയിടെ ഒരു ഷോപ്പിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചെയിനും അതുപോലെ ഇയറിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പം അതിൽ അവിടുന്ന് വാങ്ങിച്ച ചെയിൻസ് അതും നെക്ലേസ് എനിക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് തോന്നി. ആ, അത് മാത്രമല്ല ഒത്തിരി എക്സ്പെൻസീവ് അല്ല. മീൻസ് നമുക്ക് അറിയാമല്ലോ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചാൽ മീൻസ് ജ്വല്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ. പക്ഷേ ഇത് വാങ്ങിച്ചപ്പം എക്സ്പെൻസീവ് അല്ലായിരുന്നു. അത് മാത്രമല്ല കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാവുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല അടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും കൂടി അടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പീസ്. ഓക്കെ, ഇത് ഈ ഡ്രസ്സിൻ്റെ കൂടെ എത്രമാത്രം മാച്ച് ആവുമെന്ന് അറിയുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഒരു സാറ്റേൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഷിഫോൺ ടൈപ്പ് ഷർട്ട്സ് ഒക്കെ ഇടുമ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റോൺസ് വന്നിരിക്കുന്നത്. റേറ്റ് വന്നിട്ട് 200 സംതിങ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരെണ്ണം. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പാണ്, അതായത് ഒരു ഓവൽ ഷേപ്പ് ഒരു സ്റ്റോൺ ടൈപ്പ് വന്നിട്ട് ഒരു നെക്ലേസ് ആണ്. ഇതാണ് നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതൊരു മാർബിൾ ടൈപ്പാണ് കേട്ടോ. മീൻസ് ഇതിൻ്റെ ഉള്ളിലൊരു കാണാൻ പറ്റുമോ, ഒരു ഉള്ളിലൊരു വേറൊരു ഷെയ്ഡ്, ഒരു ഗോൾഡ് ഷെയ്ഡ്. സോ ഇത് കുറച്ചും കൂടി ഒരു ഓവൽ ടൈപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടത് സ്ക്വയർ ടൈപ്പായിരുന്നു കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ വന്നിട്ട് ബ്ലാക്ക് ഒരു സ്റ്റോൺ ആണ്. രണ്ട് സൈഡിലും വന്നിട്ട് ഒരു വയലറ്റ് സ്റ്റോണും ഒരു റെഡ് സ്റ്റോണുമാണ്. ഓക്കെ, ഇത് ഒരെണ്ണം. അപ്പം ഞാനിത് വാങ്ങിച്ചതിൻ്റെ ഒരു ഇത് വെച്ചെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഷർട്ട്സ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു തിളങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡൽ ഷർട്ടൊക്കെ ഇടുമ്പം ഇത് കുറച്ചും കൂടി നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത്. ഈ രണ്ട് മാല വാങ്ങിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് നെക്ലേസ് ആണ്. ഇതൊരു കുറച്ച് ലെങ്തി ടൈപ്പാണ്. ഉള്ളിൽ ബ്ലാക്ക് വന്നിട്ട് സൈഡിൽ നമുക്കൊരു ഗോൾഡ് ടൈപ്പാണ്. ഓക്കെ, ഇത് സോ ഇത് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇങ്ങനെ ഇരിക്കും. നമുക്കിത് ബ്ലാക്ക് ഇപ്പം കഫ്താൻ ആയാലും അതുപോലെ കുറച്ചും കൂടി ഒരു ഓവർ സൈസ് ടീഷർട്ട്സ് അല്ല, ഒരു കുറച്ചും കൂടി ഓവർ സൈസ് ടോപ്സ് ഒക്കെ ഉണ്ട്, കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഇതൊരെണ്ണം. ഇതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ചെറിയ ചെറിയ സ്റ്റോൺസ് ആണ്, ഒരു സ്ക്വയർ പീസ് സ്റ്റോൺസ് ആണ്. ബാക്കി വന്നിട്ട് ഓവൽ ടൈപ്പ് സ്റ്റോൺസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ കാണുവാണെങ്കിൽ ഷോർലി റേറ്റ് ഒത്തിരി കുറവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ പിന്നെ അതേ ഒരു ടൈപ്പ് അതല്ല, അതുപോലെ തന്നെ ഒരു മാല വേറൊന്ന് വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമ്പിളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു നെക്ക് പീസാണ്. ഇത് വന്നിട്ട് ഒരു ആൻറ്റിക് ടൈപ്പാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത്. ഒരു ഗോൾഡൻ ഒരു ബട്ടനാണ്, കാണാമോ? ഇതൊരു ഹുക്ക് ടൈപ്പ് അല്ല, ഇത് ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ കഴുത്തെ കൂടി ഇടാം. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇതനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ. ഓക്കെ, ഇതൊരെണ്ണം. അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ടീഷർട്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ച് ആയിരിക്കും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ 4 പീസ് നെക്ക് പീസസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച നമ്മുടെ ആ ഒരു നെക്ലേസ് ഇല്ലായിരുന്നോ, ഇത് ഈ ഒരു ഓവൽ ഷേപ്പ് ആയാലും, ഈ ഓവൽ ഷേപ്പ് നെക്ലേസിൽ നമുക്ക് ആക്ച്വലി ഇയറിങ്സ് വരുന്നുണ്ട്. ഇയറിങ്സ് വിത്ത് ഇയറിങ്സ് ആണ് 250 വാങ്ങിച്ചത്. ബ്ലൂ ആണ് വരുന്നത്, അതിൻ്റെ സ്റ്റോൺസ് ബ്ലൂ ആണ് വരുന്നത്. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സ്ക്വയർ നെക്ക് പീസിൽ വരുന്നുണ്ട്, നമുക്ക് ഇയറിങ്സ് തന്നെ ഉണ്ട്. അതൊരു വൈറ്റ് മാർബിൾ ടൈപ്പാണ് വരുന്നത്, കാണാമോ?
അപ്പോൾ ഇത്രയാണ് വാങ്ങിച്ചത്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളിപ്പം എപ്പോഴെങ്കിലും മാളിൽ പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോകുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് കാണുമെങ്കിൽ ഗ്യാദർ ചെയ്ത് വെക്കാം. ബിക്കോസ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡ്രസ്സ് കുറച്ചും കൂടെ സ്റ്റൈൽ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. സോ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും കൂടി അടിക്കുക. എന്നാൽ മാത്രമേ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ ബൈ.